ഹായ് എവ്രി വൺ. ഇത് നമ്മൾ നാട്ടിലേക്ക് പോണ വ്ളോഗാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തത്. നാട്ടിൽ പോയപ്പോൾ ഫുള്ള് വെക്കേഷൻ മോഡിലായിരുന്നു. അത് കാരണം കൊണ്ട് ഒന്നും ചെയ്തായിരുന്നില്ല. നല്ല റിലാക്സിങ് ആയിട്ടൊരു വെക്കേഷനായിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നിനും മാത്രമേ പോകുന്നുള്ളൂ. ഹസ്ബൻഡ് വന്നില്ല കേട്ടോ, ഞാനും മക്കളും മാത്രം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോണത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഷാർജയ്ക്കും ദുബായിലേക്കൊക്കെ ഒരു സെയിം ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടാണ് ഇപ്രാവശ്യം ചൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ 7:30 ഒക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ നല്ല വെക്കേഷനൊക്കെ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷമായിട്ട് പോവുകയാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, രശ്മിയുടെ ആനന്ദിൻ്റെ മോനാണ്. നമ്മൾ കിർഗിസ്ഥാനിലും ജോർജിയയിലൊക്കെ പോയപ്പോൾ അവനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗിൽ. അപ്പു എന്നുണ്ട പേര്. അപ്പം അവൻ നാട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഏജൻസി മറ്റേ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദർഹംസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട്. അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റിൽ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അവർക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ട, ഒരു ആരെങ്കിലും വന്ന് അസിസ്റ്റ് ചെയ്തിട്ട് അവരെ കുട്ടികളെ നമ്മുടെ അടുത്ത് നിന്ന് പിക്ക് ചെയ്തിട്ട് അവരെല്ലാം ചെയ്തോളും. അപ്പോൾ പിന്നെ നമ്മുടെ പാരൻസിനും ടെൻഷൻ ഇല്ലല്ലോ, കുട്ടി ഒറ്റയ്ക്ക് പോകണമെന്നുള്ള ഇതിൽ. അല്ലെങ്കിൽ സാധാരണ ക്യൂവിലൊക്കെ നിന്ന് പോകണമെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അവരങ്ങനത്തെ പ്രയോറിറ്റി ചെയ്തത് കാരണം കൊണ്ട് അവനെ ഫാസ്റ്റിൽ കൊണ്ടുപോയി കേട്ടോ. അവിടെ നമ്മൾ പിന്നെ അവനെ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് കണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡൊക്കെ വിളിക്കുമ്പോൾ പറയണ്ടായിരുന്നു ഇതേ ലോഞ്ചിലെത്തിയിട്ടുണ്ട്, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അവൻ വിളിച്ചിട്ട്. പക്ഷെ നമ്മൾ അവനെ അവിടെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചാണ് കണ്ടത് കേട്ടോ മോനെ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമുക്കറിയാമല്ലോ ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എയർപോർട്ടാണല്ലോ. അപ്പോൾ അത് തന്നെ നമ്മൾ മെട്രോയിലൊക്കെ കയറി പോകണ്ടേ അതിനുള്ളിൽ. അങ്ങനെ കുറേ നടന്ന് നമ്മൊരു അവശതയാവും അവിടെ എത്തുമ്പോഴേക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലൊക്കെ പോവുകയുണ്ട്. വേഗം മെട്രോ ഒക്കെ കയറി കണ്ടിട്ട് പോവുകയാണ് നമ്മൾ. മക്കൾക്ക് മെക്ഡൊണാൾഡ്സ് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് അത് ഓർഡർ ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് എന്താണാവോ മെക്ഡൊണാൾഡ്സ് അത്ര കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ KFC ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് KFC ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മീലൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയിട്ടോ.
നമ്മൾ ലാൻഡ് ചെയ്തിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അപ്പമൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു 3-4 പിള്ളേരുണ്ട് കേട്ടോ. നമ്മൾ ദുബായിൽ വെച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയായിരുന്നു. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ വെയിറ്റ് ചെയ്യണം എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റാണ് അവരെ കൊണ്ടുവരണത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇമിഗ്രേഷനിലൊക്കെ പോയി ബാഗൊക്കെ കളക്ട് ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും അപ്പോൾ വന്നിട്ടില്ല. അത്രയും ലേറ്റായിട്ടാണ് നാട്ടിൽ. ഞാൻ ദുബായിൽ വെച്ച് പറഞ്ഞല്ലോ, എയർപോർട്ടിൽ വെച്ചിട്ട് ഫാസ്റ്റിൽ അവരെ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര സ്ലോവിലായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളും വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ.